ഇതെന്തോ ഈ കുന്തമൊക്കെ ഇതിനകത്ത്? ഇതെന്തോ കുന്തരാണ്ടവാ? ആ ഇവിടെ ഇത് കൊച്ചാപ്പന്റെ മുറിയാ. ഇവിടെ ആരുടെ ഒന്നും വേണ്ട. ആ പോട്ടെ, ഇതും വേണ്ട. ഇതൊക്കെ ഞാൻ ഇവിടൊക്കെ പോ. അയ്യ അത് ശരി. അയ്യ ഒന്നുറങ്ങാം. അയ്യ ഇനി സുഖമായിട്ട് കിടന്നു ഉറങ്ങാമല്ലോ. സമയത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. ഈശോമിശിഹായ തമ്പുരാനേ, സമയത്തിൽ സ്വർഗയാത്ര ചെയ്യുന്നു. രണ്ടെണ്ണം അങ്ങോട്ട് വീശിയിട്ട് സുഖമായിട്ടങ്ങ് ഉറങ്ങാമല്ലോ. ആ ഗ്ലാസ് ഉണ്ട്. ഇല്ലില്ല. ആ ഓക്കെ. ആ ഞാൻ പറയാം. ഓക്കെ ശരി. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? നിങ്ങൾ ഏതാ? ഇത് എന്റെ റൂമാ. നിങ്ങൾ ആരാ? ഞാൻ കൊച്ചാപ്പനാ. ആരുടെ കൊച്ചാപ്പൻ? ആൻസിമോടെ പറഞ്ഞു വരുമ്പോ നിന്റെയും കൊച്ചാപ്പൻ. അതിന് നിങ്ങൾ എന്തിനാ എന്റെ റൂമിൽ കയറി താമസിക്കുന്നത്? ഇത് ഞാനും എന്റെ ഭർത്താവും താമസിക്കുന്ന റൂമാ. ഭർത്താവോ? അവൻ പിണങ്ങി പോയെന്ന് കേട്ടല്ലോ. ഭാര്യയും ഭർത്താവും ആകുമ്പോ പിണങ്ങും, അതൊക്കെ നാച്ചുറൽ ആയ കാര്യ. എല്ലാ ഫാമിലിയിലും ഉള്ളതാ. ഞാനൊന്ന് വിളിച്ചാൽ മതി ഋഷി വരാൻ. എടി കൊച്ചേ, നിന്റെ കല്യാണം ആഘോഷമായിട്ട് നടത്തിയതല്ലയോ? നിന്റെ കല്യാണത്തിൽ സദ്യ ഉണ്ടതിന്റെ ചോറ് ഈ കൊക്കിന്ന് താഴോട്ട് പോയിട്ട് 2 ദിവസമായുള്ളൂ. അതിനു മുമ്പേ കെട്ടിയോൻ അങ്ങ് പിണങ്ങിപ്പോയി. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസി കുഞ്ഞമ്മ കാരണ. ഇവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കും, ഒന്ന് പോയേ, ഡിസ്റ്റർബ് ചെയ്യാതെ. ഇവിടെ കിടന്ന എന്റെ ലാപ്പും ഡ്രസ്സും ഒക്കെ എന്തിയേ? എന്ത് നോൺസെൻസ് ആയി കാണിക്കുന്നേ? കുഞ്ഞമ്മ, ആൻസി കുഞ്ഞമ്മ, ഇതൊക്കെ എടുത്തോണ്ട് പോകുന്നുണ്ടോ ഇവിടുന്ന്? ഇവിടെ നിന്ന് മദ്യപിക്കാനൊന്നും പറ്റില്ല. തോന്നിയ ദിവസം കാണിക്കുന്നോ? ഗെറ്റ് ലോസ്റ്റ്. കുഞ്ഞമ്മ, കുഞ്ഞമ്മ, കുഞ്ഞമ്മ ഇത് കണ്ടോ? എന്റെ റൂമിൽ കയറി ആകെ വലിച്ചു വാരിയിട്ടിരിക്കുന്നു. പുറത്തുനിന്ന് അവിടെ നിന്ന് മദ്യപിക്കാൻ കൂടി ചെയ്യാ. എന്താ കൊച്ചപ്പോയി കാണിക്കുന്നേ? ഞാൻ പറഞ്ഞതല്ലേ ഇത് പല്ലവിയുടെ മുറിയാണെന്ന്. എടി കൊച്ചേ, നിന്റെ തന്തയുണ്ടല്ലോ ആ വലിയ മുതലാളി, പണ്ടൊരിക്കൽ എന്നെ ഇവിടെ ഇറക്കി വിട്ടതാ. ഇനി നീയല്ല, നിന്റെ തന്തയല്ല, അതിന്റെ അപ്പം തന്നെ വന്നാലും ഇവിടെ ഇറങ്ങി പോകുന്ന പ്രശ്നമില്ല. ഇത് എന്നതാ ചെയ്യുന്നത്? ഇങ്ങോട്ട് ഇറങ്ങി. സോറി മോളെ, പല്ലവി റിയലി സോറി. കൊച്ചപ്പൻ ഇങ്ങനെയാ എന്റെ പപ്പയും കഴിക്കുന്നതാ. എന്നിട്ട് എന്തെങ്കിലും ഒച്ച കേൾക്കാറുണ്ടോ? കൾച്ചർലെസ് ഫെലോ. കുഞ്ഞമ്മേ, ഈ വക ആൾക്കാരോട് ഇവിടെ കേറല്ലേ? എടി കൊച്ചേ, കൂടുതലങ്ങ് പറഞ്ഞാണല്ലോ, നിന്റെ തല ചെല്ലി കുത്തും. പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? കുറെ നേരമായിട്ട് പറഞ്ഞല്ലോ, ഇറങ്ങി ഇങ്ങോട്ട്. മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി. പറഞ്ഞു കേൾക്കാതെ നിന്നെ ഇതും കൂടി കൊണ്ടുപോകും. നാശം പിടിക്കാൻ. ഇവിടെ എന്തൊരു കഷ്ടം ഇത്. ഓരോന്നും ഒന്ന് കേറിക്കോളൂ, നാശം പിടിക്കാൻ. മനുഷ്യൻ ജീവിക്കാനായിട്ട് സമ്മതിക്കത്തില്ല. കൊച്ചപ്പൻ എന്തൊക്കെയാ ചെയ്യുന്നേ? ഒന്ന് കേറിയപ്പോ മുതൽ എന്തിനാ കൊച്ചപ്പ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ഈ കുടുംബത്തെ ആകെ ഞങ്ങളുടെ അടുത്ത് ഇത്തിരി കനിവോട് പെരുമാറുന്ന ആ പെങ്കൊച്ചിനെ നിങ്ങൾ എന്തിനാ കയറി ഡിസ്റ്റർബ് ചെയ്യുന്നത്? എവിടെ ചെന്നാലും ഇങ്ങനെ ഓരോ നാണക്കേടാണല്ലോ. ഇപ്പൊ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറി. ഞാൻ അകത്ത് കയറിയപ്പോ നിങ്ങൾ പുറത്തുനിന്ന് പത്തക്കര എടുത്ത് എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞെന്ന്? ഇങ്ങനെയാണെങ്കിൽ കൊച്ചപ്പ പോയി തരുന്നല്ലേ? പോയി തരാനോ? എടീ, വന്ന വഴി നീ മറക്കരുത്. എവിടെ ചെന്നാലുവേ നാണം കെടുന്നത് ഞാനാ. നിനക്ക് വേണ്ടി ഈ മാമ മാമ എന്നുള്ള വിളിയെ ഞാൻ എത്ര നാളെ കേൾക്കുന്നെന്ന് അറിയാമോ? ഇപ്പൊ ഇവിടെയും കേട്ടു. നീ മുഖ്യമന്ത്രിയെ കാണാൻ മേളിൽ കയറിയപ്പോഴേ പത്രക്കാർ മാറ്റി നിർത്തി എന്നെ പരിഹസിച്ചത് എത്രമാത്രം നിനക്കറിയാമോ? ഓ, എന്റെ തൊലി ഉരിഞ്ഞു പോയി. എന്നിട്ട് ഞാൻ കൂടെ നടക്കുന്നില്ലേ? ദാ ഇപ്പോഴും നടക്കുക. സിനിമയിൽ അഭിനയിക്കണം എന്ന് മോഹമായിട്ട് നടന്നതേ ഞാനല്ല, നീയാ. മാധുരി ദീക്ഷിതെന്നോ മറ്റതെന്നോ മറിച്ചതെന്നോ പേര് കേട്ടപ്പോഴേ നീ അങ്ങ് നെളിച്ചു പോയി. വല്ല സിനിമാക്കാരനും വന്ന് വിളിച്ചപ്പോഴേ നിന്റെ കൂടെ വയ്യാത്ത ഞാൻ ഇറങ്ങി വന്നതേ നിനക്ക് വേണ്ടിയാ. അന്ന് തുടങ്ങിയ ഗതികേടായത്. ഹോ, ഇപ്പൊ നാട്ടിൽ ഇറങ്ങാൻ വയ്യ, വീട്ടിലും കയറാൻ വയ്യാതായി. നാണം കെട്ട് നിന്റെ കൂടെ നടക്കുന്നതിന് ഫീസ് വേറെ തരണം. ഹോ, ഇപ്പൊ കുറച്ച് കള്ളു കുടിച്ചതാ കുഴപ്പമായത്. അങ്ങനെ നാണം കെട്ടെ കൊച്ചാപ്പൻ എന്റെ അടുത്ത് നടക്കണ്ട. വേണ്ട, നടക്കണ്ട. ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ജീവിച്ചോളാം, ഒറ്റയ്ക്ക് നിന്നോളാം. എനിക്ക് ആരുടെ കൂട്ട് വേണ്ട. ഇങ്ങനെയുള്ള സഹായങ്ങളുമായിട്ട് എന്റെ ജീവിതം, ഈ ഉള്ള ജീവിതം കൂടെ നശിപ്പിക്കാനായിട്ട് നിങ്ങൾ കയറി വരായിരുന്നാ മതി കേട്ടോ. ഒന്ന് പോയിത്താ. അപ്പൊ പോണോന്നാ നീ പറയുന്നത്? പോണം. ഇവിടെ ഇപ്പൊ എന്റെയും ഈ താഴെ താമസിക്കുന്നവരുടെ മനസ്സമാധാനം പോവാതിരിക്കാനായിട്ട് കൊച്ചപ്പ പോകുന്ന നല്ലത്. വെറുതെ കള്ളു കുടിച്ച് വയറ്റടച്ച് നടക്കുന്നു. എടി, ഇത് 2 ഓനച്ഛന്റെ കൂടപ്പറപ്പുകളാ.
ഈ കൂടെ പിറന്ന നാവടക്കി എവിടെ വെക്കണം ഞാൻ? എങ്ങോട്ട് തള്ളി വെക്കാനാ? പിന്നെ കുടി ആകെ ഉള്ളൊരു കൂട്ടായത്. ദണ്ണം വരുമ്പോഴേ എനിക്ക് ആകെ ഇതേ ഉള്ളൊരു മാർഗം. ഞാൻ പോവാ, പോയേക്കാം. ആ ആഹാ ഞാൻ പോവാ. ഇപ്പൊ എങ്ങോട്ട് പോവാ?